ദി ആബ്സെൻസ് ഓഫ് ക്രൈസ്റ്റ് ഇസ് ഡെത്ത്. ആ ഒരു സ്വരം ലാസറിൻ്റെ വീട്ടിൽ വെച്ച് കേട്ടതാണ്. മാർത്തായും മറിയുമൊക്കെ നിൽക്കുമ്പോൾ, ലാസർ മരിച്ചു പോകുമ്പോൾ ഈശോ വരുമ്പോൾ പറയുന്നുണ്ട്, നീ ഉണ്ടായിരുന്നെങ്കിൽ ലാസർ മരിക്കില്ലായിരുന്നു, നീ ഉണ്ടായിരുന്നെങ്കിൽ. ഷാജഹാൻ മൂന്താസിന് വേണ്ടി ഓർമ്മയ്ക്കായിട്ട് കെട്ടിക്കൊടുത്തത് മൂന്താസ് ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പോൾ അത് കൊടുത്തൊരു സമ്മാനം. എത്രയോ വർഷങ്ങൾ, 22 വർഷങ്ങൾ 20,000-ലധികം ശില്പികൾ പണി കഴിപ്പിച്ച് മുംതാസ് പോലും കാണാത്ത ഒരു സത്യമെന്ന് പറയുന്നത്, നമ്മളെപ്പോലും കാണാതെ ജനിക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചൊരു മഹലല്ലേ ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്. തോമസ് മാർട്ടൻ ഒരിക്കൽ കൂടി ശക്തി പ്രാപിക്കുകയാണ്. നീ എന്ത് ചെയ്താലും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദിവ്യകാരുണ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി അത് നിന്നെയും അവൻ്റെ ജീവിതവുമായിട്ട് ചേർത്ത് വയ്ക്കും. ദിവ്യകാരുണ്യ ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവർക്കും ദിവ്യകാരുണ്യ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും സഘോഷം നേരുകയാണ്. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്വർഗം നമുക്ക് വേണ്ടി കരുതി വെച്ച സ്വർഗീയ സമ്മാനമാണ് ദിവ്യകാരുണ്യ ഈശോ. സ്വർഗം മാനവകുലത്തിന് വേണ്ടി മാറ്റിവെച്ച സ്നേഹചൈതന്യമാണ് ദിവ്യകാരുണ്യം. ഈ ദിവ്യകാരുണ്യം നമുക്ക് നൽകുന്ന ആത്മാഭിമാനം, നമുക്ക് നൽകുന്ന ജീവ അംശം, അതെല്ലാം സ്വർഗത്തിൽ നിന്ന് കാലേകൂട്ടി സ്വർഗീയ പിതാവ് മനുഷ്യകുലത്തിന് കരുതി വെച്ച ഒന്നാണ്. തോമസ് മാർട്ടൻ തൻ്റെ പുസ്തകത്തിൽ പറയുന്നത്, കൗദാശിക ഈശോയിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കൂദാശയിൽ നിന്ന് പുറപ്പെടുന്ന ക്രിസ്തുവിൻ്റെ ചൈതന്യം നമ്മളിലെല്ലാവരിലും, എല്ലാ മനുഷ്യരിലും, ജീവജാലങ്ങളിലും നിറഞ്ഞു നിൽക്കുമെന്നാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രമെടുത്ത് നോക്കുമ്പോൾ, ഇസ്രായേൽ ജനത്തെ ദൈവം തിരഞ്ഞെടുത്തത് ദൈവത്തിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തെ സ്നേഹിക്കാനുള്ള ഒരു ജനത്തിന് വേണ്ടിയിട്ടാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കാനുള്ള ഒരു വിഭാഗം ജനം. എന്തിനെന്നാൽ ഈ ഇസ്രായേൽ ജനത്തിൽ നിന്ന് വേണമായിരുന്നു ദൈവത്തിന് തൻ്റെ പുത്രനെ തിരഞ്ഞെടുക്കാനായിട്ട്. എന്നാലും ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതയാത്രയിലുടനീളം സഹനമാണ്, ദുഃഖമാണ്, ഏകാന്തതയാണ്, വേദനയാണ്, മരുഭൂമിയാണ്, ഭക്ഷണമില്ലായ്മയാണ്, ഫുൾ തടസ്സങ്ങളാണ്. 40 സംവത്സരം നീണ്ടുനിന്ന യാത്രയിൽ ഇസ്രായേൽ ജനം അനുഭവിച്ച സങ്കടങ്ങളും വേദനകളും ദുരിതങ്ങളും ദുഃഖങ്ങളും, അതിനവസാനം അവർക്ക് മഞ്ഞിൻ്റെ ആ ഒരു അവസ്ഥ മാറി തെളിഞ്ഞു വരുമ്പോൾ അവിടെ മന്ന പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ ഒരു നവ ചൈതന്യമായിട്ട് മന്ന ഇങ്ങനെ വീണ് കിടക്കുമ്പോൾ ജനം മുഴുവൻ, കാരണം ഭക്ഷണമില്ല, ദിനരാത്രങ്ങളായി വേദന, ദൈവത്തിനെതിരായിട്ട് ജനം തിരിയുന്നുണ്ട്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ ഇറച്ചിക്കലത്തിനരികിലിരുന്ന് ആവോളം ഭക്ഷിച്ചപ്പോൾ അവിടെ വെച്ച് ദൈവത്തിൻ്റെ കരങ്ങളാൽ ഞങ്ങൾ വധിക്കപ്പെടാമായിരുന്നില്ലേ? എന്തിനീ ദുരിതത്തിലേക്ക് ഞങ്ങളെ കടത്തിക്കൊണ്ടുവന്നു? വേദനാജനകമായ നിമിഷങ്ങൾ, ദിവസങ്ങൾ, ദിനരാത്രങ്ങൾ, സംവത്സരങ്ങൾ, ഇതിങ്ങനെ കടന്നു പോകുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ കരച്ചിൽ, ഭക്ഷണമില്ലാത്തതിൻ്റെ കരച്ചിൽ, ആ കരച്ചിൽ അവസാനിക്കുന്നത് ഒരു പ്രഭാതത്തിലെ മഞ്ഞുപാളികൾ മാറുമ്പോഴാണ്. അവിടെ പ്രത്യക്ഷപ്പെട്ട ഈ വെളുവിള കിടക്കുന്ന ഈ വെളുത്ത മഞ്ഞിനെ കണ്ടിവർ ചോദിച്ചു, വാട്ട് ഈസ് ഇറ്റ്? ഇതെന്താണ്? മഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ ഇത്രയേ ഉള്ളൂ, ഇതെന്താണ്? എന്നിട്ടും അവർ ഭക്ഷിച്ചു. അവരാവോളം ശേഖരിച്ചു വെച്ചു. പക്ഷേ അവർക്ക് പ്രയോജനപ്പെട്ടത് മാത്രം പ്രയോജനപ്പെടുത്തി അവരത് ഭക്ഷിച്ച് ജീവിച്ചു. ജലമില്ലാതെ വന്നു. മാറായിലെ ജലം കയ്പ് നിറഞ്ഞതിനെ കുടിക്കാൻ പാകത്തിലാക്കി ദൈവം അവർക്ക് കൊടുത്തു. അവർ സുഭിക്ഷമായി അപ്പം മഞ്ഞ തിന്നും വെള്ളം കുടിച്ചുമൊക്കെ ജീവിച്ചു. പക്ഷേ സഹനത്തിൻ്റെ വലിയൊരു പാഠത്തിലൂടെ അവർ കടന്നു പോയിരുന്നു. അവസാനം കിട്ടുന്ന നവചൈതന്യമാണ്, പുതുവെളിച്ചമാണ് മന്ന എന്ന് പറയുന്നത്. ചോദ്യം അവിടെ നിൽക്കുകയാണ്. പുതിയ നിയമത്തിലെ ഈശോ വന്നിട്ട് തൻ്റെ അപ്പോസ്തലന്മാരെ എല്ലാവരെയും കൂട്ടുമ്പോഴവരെല്ലാവരും
ഓരോ തരം ജോലികളിൽ വ്യാപൃതരാണ്. ഈശോ തിരഞ്ഞെടുത്ത ജനവിഭാഗം, ഈശോ തിരഞ്ഞെടുത്ത ശിഷ്യന്മാർ, അവർ ഓരോവിധ ജോലികളിൽ വ്യാപൃതരാണ്. അവരൊക്കെ വിളിക്കുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച് അവൻ്റെ പിന്നാലെ അവരെല്ലാവരും പോയി. അവർ ഓരോരുത്തരും ഈശോയുടെ ശിഷ്യന്മാരെന്നാണ് വിളിക്കപ്പെട്ടത്. അവർക്കെന്ത് ലഭിച്ചു? സഹനം, വേദന, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ ഏറെ അവർക്ക് സഹിക്കേണ്ടി വന്നു. അവർ ഏറെ സഹിച്ചു. അവസാനം ഓരോരുത്തരുടെയും മരണം പോലും ഭീകരമായ വിധത്തിലുള്ള രക്തച്ചൊരിച്ചിലൂടെ മരിക്കുമ്പോഴും ഈശോയുടെ കൂട്ടത്തിലുണ്ടായിരുന്നവർ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ സഹനത്തിൻ്റെ ഒരു വലിയ ബണ്ടിൽ. സഹനം മാത്രമായിരുന്നു. ആ സഹനത്തിൻ്റെ പൂർണ്ണതയിൽ, വേദനയുടെ പൂർണ്ണതയിൽ അവൻ എടുത്തു നീട്ടിവെച്ച വെളുത്ത അപ്പമാണ് ദിവ്യകാരുണ്യം. ആർക്കാണ് അന്ത്യത്താഴം ഒരുക്കാൻ പറ്റുക? നാളെ മരിക്കുമെന്നുറപ്പുള്ളവൻ, ആത്മഹത്യ ചെയ്യുന്നവനല്ല, നാളെ മരിക്കുമെന്നുറപ്പുള്ളവൻ ഒരുക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ ലോക ചരിത്രത്തിൽ ആരാണ് അന്ത്യത്താഴം ഒരു? ക്രിസ്തു മാത്രമല്ല. അന്ത്യത്താഴമല്ലല്ലോ, ഒരു വിടവാങ്ങൽ മീൽ. എന്ത് പറഞ്ഞു ശിഷ്യന്മാരോട്? ഈ അപ്പമെടുത്ത് കാട്ടിയിട്ട് പറഞ്ഞു, ഡു ദിസ് ഇൻ മെമ്മറി, എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുക. ഇത് മാത്രം ഒന്ന് ഓർത്താൽ മതി. ഈ അപ്പമെടുത്തുയർത്തുമ്പോൾ, ഈ അപ്പം കാണുമ്പോൾ എന്നെ ഒന്നോർത്താൽ മതി. രക്ഷാകര ചരിത്രം മുഴുവനൊന്ന് ഓർത്താൽ മതി. ദൈവം കടത്തിക്കൊണ്ടുവന്ന വഴികളെക്കുറിച്ചൊന്ന് ഓർത്താൽ മതി. മോശ ജനത്തോട് പറഞ്ഞു കൊടുക്കുന്നൊരു ഭാഗം നിയമാവർത്തന പുസ്തകത്തിലെ 8-ാം അധ്യായത്തിൽ 2 മുതലുള്ള വാക്യങ്ങളിൽ കിടപ്പുണ്ട് വളരെ വ്യക്തമായിട്ട്. മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, ജനമേ, എന്തിനാണ് നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടതെന്നറിയാമോ? നിങ്ങളെ എളിമപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ഹൃദയവിചാരങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ കടത്തിക്കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ഹൃദയവിചാരം ദൈവത്തിനറിയണമായിരുന്നു. വേദനകളിലൂടെ നീ കടന്നു പോകുമ്പോൾ നിൻ്റെ ഹൃദയവിചാരം ദൈവത്തിനറിയണം. വേദനകളും ദുരിതങ്ങളും വരുമ്പോൾ ദൈവം നോക്കുന്നത് നിൻ്റെ ഹൃദയത്തിലാണ്. നീ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു? ആ കൈകാര്യം ചെയ്യുന്നതെല്ലാം നേട്ടമായിട്ട് മാറിയാൽ അവസാനം നമുക്ക് കിട്ടാൻ പോകുന്നത് സ്വർഗരാജ്യമാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പട്ടിണിയും ഈ കഷ്ടപ്പാടും ഈ ദുഃഖവും ദുരിതവുമെല്ലാം ജീസസ് ഈസ് റീഡിങ് യുവർ മൈൻഡ്. നീ എങ്ങനെ അത് എടുക്കുന്നുവെന്ന്, ഏത് മനോഭാവത്തിൽ, ഏത് ഹൃദയവിചാരത്തിൽ നിൻ്റെ ദുഃഖങ്ങളെയും സഹനങ്ങളെയും നീ എടുക്കുന്നു. ഇസ്രായേൽ ജനം സഹിക്കുകയും ദുരിതമനുഭവിക്കുകയും ചെയ്തു. നിരവധി മനുഷ്യർ കാലങ്ങളായിട്ട് കടന്നു പോവുകയും ചെയ്തു. ബട്ട് സ്റ്റിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. അവരെയാണ് ദൈവം നയിച്ചു കൊണ്ടുവന്നത്. അതേപോലെ തിരഞ്ഞെടുക്കപ്പെട്ട ഈ 12 അപ്പോസ്തലന്മാരെയും കടത്തിക്കൊണ്ടുവരുന്ന ഒരു ദുഃഖത്തിൻ്റെ ഒരു ഭൂമിയുണ്ട്. അവിടെ ഈ അപ്പമെടുത്ത് ഇതെൻ്റെ ശരീരമാണ്. ഓരോ പുരോഹിതനും അൾത്താരയിൽ നിന്നുകൊണ്ട് ഈ അപ്പമെടുത്തിട്ട് ഇതെൻ്റെ ശരീരമാണ്. ഞാനും ഓരോ ബലിയിലും പറയുന്നത് ഇതെൻ്റെ ശരീരം, എൻ്റെ ശരീരം, മൈ ബോഡി, ദിസ് ഈസ് മൈ ബോഡി. ഹൗ കാൻ ഐ സേ? എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ അൾത്താരയിൽ നിൽക്കുന്ന പുരോഹിതനല്ല, ഈസ് ജീസസ് ക്രൈസ്റ്റ്. ആ സൗണ്ട് യേശുവിൻ്റെതാണ്. അവിടെ പറയുന്ന ഓരോ വാക്കും യേശുവിൻ്റെതാണ്. ഞാൻ എൻ്റെ അധരം കടം കൊടുത്തേ ഉള്ളൂ. ഞാൻ അധരം കടം കൊടുത്തപ്പോൾ, ഞാൻ എൻ്റെ ശരീരവും മനസ്സും കടം കൊടുത്തപ്പോൾ അൾത്താരയിൽ എന്നെ തന്നെയും അവനാക്കി മാറ്റുകയായിരുന്നു. ബലിയും ബലിയർപ്പകനും ബലിവസ്തുവും ഒന്നായിത്തീരുന്ന ശ്രേഷ്ഠമായ സമയം. എന്തിനു വേണ്ടി? ഓർക്കാൻ വേണ്ടി. എന്തോർക്കാൻ വേണ്ടി? സഹനവും മരണവും വേദനയും കഷ്ടപ്പാടുകൾക്കും അപ്പുറത്തേക്ക് നിന്നെ നയിക്കുന്ന ദൈവം ഈ സമയത്തും നിൻ്റെ കൂട്ടിനുണ്ടെന്ന് നിന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. അനുദിന ബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ അവൻ ഇസ്രായേൽ ജനത്തെ നയിച്ച ദൈവത്തെപ്പോലെ ക്രിസ്തു അനുദിനം നമ്മളുടെ കൂട്ടത്തിൽ നടപ്പുണ്ട്. ഈ പ്രഭാതത്തിൽ ആ സഹോദരൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛന് വിടുന്ന സ്ഥലം മാറി പുതിയ സ്ഥലത്തേക്ക് പോയെന്ന് എനിക്കറിയാം. 2 വർഷം മുമ്പ് അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നീ എവിടെ ആയിരുന്നാലും കൊള്ളാം, എവിടെയുള്ള ദേവാലയത്തിലാണെങ്കിലും പോയി
അനുദിന ബലി മുടക്കരുത്. കഴിഞ്ഞ 2 വർഷമായിച്ചോ എൻ്റെ ശക്തി ദിവ്യബലിയാണ്. ഒരു ബലി പോലും മുടക്കിയിട്ടില്ല. എന്നെ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യാം, പക്ഷേ നീ നിൻ്റെ ദിവ്യബലി മുടക്കരുത്. അതുമാത്രമാണ് നമുക്ക് സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ടുള്ളത്. എന്തിനാ? അനുദിന ബലിയിൽ പങ്കെടുത്ത് യേശുവിനെ ഓർത്തുകൊണ്ട് യാത്ര ചെയ്യണം. ഒന്നിനും ഒരു തടസ്സമുണ്ടാകില്ല. കാരണം ബലി, കർത്താവർപ്പിച്ച സാക്രിഫൈസ് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ മൂല്യമായിട്ട് നമ്മളെയൊക്കെ നയിക്കുന്നുണ്ട്. നമുക്കുമുണ്ട് സഹനങ്ങൾ, വേദനകൾ, ഒറ്റപ്പെടുകൾ. പക്ഷേ ഇതെല്ലാം സമാഹരിച്ചുകൊണ്ട് ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അത് ഏറ്റവും വലിയ ഉദാത്തമായ ഒരു സമ്മാനമായിട്ട് അതിൻ്റെ ഇരട്ടി മടങ്ങ് അനുഗ്രഹത്തോടു കൂടി എൻ്റെ ജീവിതത്തെ എൻ്റെ കയ്യിലേക്ക് തമ്പുരാൻ തിരിച്ചു തരും. സഹനങ്ങളെ സബ്ലൈം ചെയ്യണം, അവിടത്തേക്ക് സമർപ്പിക്കണം. താജ്മഹൽ നമുക്കറിയാം. 17-ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ മഹാചരിത്രത്തിലെ ഏറ്റവും സ്വീകാര്യമായ ഒന്നാണ് താജ്മഹൽ. ഷാജഹാൻ മുംതാസിന് വേണ്ടി ഓർമ്മയ്ക്കായിട്ട് കെട്ടിക്കൊടുത്തത് മുംതാസ് ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പോൾ അത് കൊടുത്തൊരു സമ്മാനം. എത്രയോ വർഷങ്ങൾ, 22 വർഷങ്ങൾ, 20,000-ത്തിലധികം ശില്പികൾ പണി കഴിപ്പിച്ച് മുംതാസ് പോലും കാണാത്ത ഒരു സത്യമെന്ന് പറയാം. നമ്മളെപ്പോലും കാണാതെ ജനിക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചൊരു മഹലല്ലേ ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ദിവ്യകാരുണ്യത്തെ അനുദിനം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ശരീരം, മനസ്സ് ഒക്കെ നമുക്ക് പുണ്യത്തിലേക്ക് നയിക്കാനുള്ള സർവ്വസാധ്യതകളുമല്ലേ ദിവ്യകാരുണ്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. മാണിക്യക്കല്ലിനെ കുറിച്ച് അന്വേഷണം നടത്തിയപ്പോഴേ മാണിക്യക്കല്ല് അത് പാമ്പിൽ നിന്നാണ് വരുന്നതെന്ന് പറയുന്നത്. മാണിക്യക്കല്ല്, അതിലെ ഒരു ഭാഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാ പാമ്പിലും, എല്ലാ സർപ്പത്തിലും മാണിക്യക്കല്ലില്ല. വിഷമുള്ള എല്ലാ പാമ്പിലും ഇല്ല മാണിക്യക്കല്ല്. പക്ഷേ വിഷപ്പാമ്പിൽ നിന്നാണ് മാണിക്യക്കല്ല് വരുന്നത്. എങ്ങനെയാണ്? ആ വിഷം ഒരു കാരണവശാലും തന്നിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് പാമ്പൊരു ശ്രമം നടത്തുന്നുണ്ട്. അതായത് മറ്റൊന്നിലും അത് ദംശിക്കാതെ, കൊത്താതെ, വഴക്കിടാതെ അതിലുള്ള വിഷത്തെ സ്വന്തമായിട്ട് കൊണ്ടു നടക്കും. എന്നിട്ട് ഈ വിഷമാണ് പിന്നീട് മാണിക്യക്കല്ലായിട്ട് പരിണമിക്കുന്നത്. മാണിക്യക്കല്ലായിട്ട് ഇത് പരിണമിക്കുമ്പോൾ ഈ പാമ്പ് ചുരുങ്ങി നീളം കുറഞ്ഞ് വണ്ണം കുറഞ്ഞ് ഈ വിഷം മുഴുവനും അത് മാണിക്യക്കല്ലായിട്ട് കോടിക്കണക്കിന് വിലയുള്ള ഒരു കല്ലായിട്ട് ഈ പാമ്പിൽ നിന്ന് പുറത്തു വരുന്നു. അതിൻ്റെ വിഷാംശം, അതിൻ്റെ തിന്മകൾ, അതിനുള്ള നെഗറ്റീവ് എനർജി മുഴുവൻ, അതിനുള്ള കുശുമ്പ്, കുന്നായ്മ, മറ്റുള്ളവരോടുള്ള ശത്രുത, ഇതെല്ലാം സബ്ലൈം ചെയ്തു. മറ്റുള്ളവർക്കെതിരായിട്ട് ഒന്നുമാക്കാതെ സ്വന്തം അത് ജീവിതത്തിൽ അനുഭവിച്ച് അത് തന്നെയും വിഷത്തെ മാണിക്യക്കല്ലാക്കി മാറ്റുക. എത്ര സുന്ദരമാണ്! ജീവിതത്തിൻ്റെ സഹനങ്ങളെ, വേദനകളെ നമ്മളും ഇങ്ങനെ സബ്ലൈം ചെയ്യുമ്പോൾ മന്ന എന്ന് പറയുന്ന സുതാര്യമായ അപ്പം പോലെ ദിവ്യകാരുണ്യം എന്ന് പറയുന്ന ശ്രേഷ്ഠമായ ഈശോയെപ്പോലെ നമ്മളുടെ ഈ വേദനകളും ഞെരുക്കങ്ങളും ഒരു നാളിലും മാണിക്യക്കല്ല്, പാമ്പിൻ്റെ സഹനത്തിൻ്റെ മൂല്യമായ മാണിക്യക്കല്ല് പോലെ നമ്മളുടെ വേദനകളെയും നമുക്ക് ഇങ്ങനെ കരുപ്പിടിപ്പിച്ചെടുക്കാൻ സാധിച്ചാൽ ദിവ്യകാരുണ്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവയായിട്ടും ഊഷ്മാവായിട്ടും മാറുകയാണ്. വളരെ ശക്തമായ തിരിച്ചുവരവ് നടത്താനായിട്ട് ദിവ്യകാരുണ്യത്തിലൂടെ നമുക്ക് സാധിക്കും. ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല, കിടക്കയിലാണ്. അത് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ മരുന്നെല്ലാം വേണ്ടി, ഇനി മരുന്നൊന്നും വേണ്ട, മരണത്തിനൊരുങ്ങിയ. പക്ഷേ ഒരു കാര്യം ഈ കുട്ടിയുടെ അമ്മ പറഞ്ഞു കൊടുത്തു, ദിവ്യകാരുണ്യം സ്വീകരിച്ചാൽ മതി. അന്നു മുതലേ ഈ ഒരു ദിവ്യകാരുണ്യം കൊടുക്കാൻ തുടങ്ങി. പക്ഷേ ധ്യാനത്തിന് പോകുന്നൊരു സമയം ഞാൻ പറഞ്ഞു, ഇനിയുള്ള ഒരാഴ്ച ഞാൻ ഉണ്ടാവില്ല. അന്ന് ഈ മരണക്കിടക്കയിൽ കിടക്കുന്ന ഈ പെൺകുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സമയം വരെയും ഈശോ ആയിരുന്നു എൻ്റെ ബലം, എനിക്ക് മരുന്നുകളൊന്നും എന്നെ രക്ഷിക്കില്ല, ഈശോ രക്ഷിക്കും. പക്ഷേ ദിവ്യകാരുണ്യം എന്ന് ഞാൻ സ്വീകരിക്കാതെ വരുന്നുവോ അന്നച്ചോ ഞാൻ ഉണ്ടാവില്ല. ഞാൻ ധ്യാനത്തിന് പോയി തിരിച്ചു വരുന്ന ആ 7-ാം ദിനത്തിൽ വണ്ടി കയറാൻ നിൽക്കുമ്പോൾ ഞാൻ അറിഞ്ഞു ആ കുട്ടി ലോകത്തോട് വിട വാങ്ങി. ദി ആബ്സെൻസ് ഓഫ് ക്രൈസ്റ്റ് ഇസ് ഡെത്ത്. ആ ഒരു സ്വരം ലാസറിൻ്റെ വീട്ടിൽ വെച്ച് കേട്ടതാണ്. മാർത്തായും മറിയുമൊക്കെ നിൽക്കുമ്പോൾ, ലാസർ മരിച്ചു പോകുമ്പോൾ ഈശോ വരുമ്പോൾ പറയുന്നുണ്ട്, നീ ഉണ്ടായിരുന്നെങ്കിൽ ലാസർ മരിക്കില്ലായിരുന്നു.
നീ ഉണ്ടായിരുന്നെങ്കിൽ, ആബ്സെൻസ് ഓഫ് ക്രൈസ്റ്റ്, അതൊരു ബാഹ്യമായ മരണമല്ലല്ലോ, ഒരു സ്പിരിച്വൽ ഡെത്ത് അല്ലേ. വെൻ ജീസസ് ഈസ് ആബ്സെൻറ്റ് ഇൻ മീ, ദാറ്റ്സ് എ സ്പിരിച്വൽ ഡെത്ത്. ഈശോ നമ്മളിൽ ഇല്ലാതെ വരുമ്പോൾ, ഈശോയിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുമ്പോൾ ഒരു സ്പിരിച്വൽ ഡെത്ത് സംഭവിക്കുന്നുണ്ട്. തോമസ് മാർട്ടൻ ഒരിക്കൽ കൂടി ശക്തി പ്രാപിക്കുകയാണ്. നീ എന്ത് ചെയ്താലും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദിവ്യകാരനിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി അത് നിന്നെയും അവൻ്റെ ജീവിതവുമായിട്ട് ചേർത്ത് വയ്ക്കും. അതുകൊണ്ട് ഈ ദിവ്യകാരുണ്യ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മനസ്സിലൊന്നു കുറിച്ചിടുക. സഹനങ്ങളും വേദനകളും നൊമ്പരങ്ങളും എല്ലാം ക്രിസ്തു സഹിച്ച് അതിനെ ഏറ്റവും സുതാര്യമായ സുന്ദരമായ ദിവ്യകാരുണ്യമാക്കിയതുപോലെ, ഇസ്രായേൽ ജനം സഹിച്ച് അതിനെ സുന്ദരമായ മന്നയാക്കിയതുപോലെ എൻ്റെ ജീവിത സഹനങ്ങളെയും ഒക്കെ ഇങ്ങനെ കോർത്തിണക്കി അത് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് എന്നിൽ നിന്നും ഒരുപക്ഷെ ഈ വിഷസർപ്പത്തിൽ നിന്ന് വരുന്നത് പോലുള്ള മാണിക്കക്കല്ല് പോലെ എൻ്റെ സഹനങ്ങൾക്കും ഈ ദിവ്യകാരുണ്യം ഒരു ഉത്തരമായി തീരാൻ, നമ്മളുണ്ടാകുന്ന എല്ലാ കഷ്ടപ്പാടുകൾക്കും, മാറായിലെ ജലത്തിലേക്ക് അവിടെ കിടന്ന് തടിക്കഷ്ണമിട്ടപ്പോൾ അത് സാധാരണ വെള്ളമായതുപോലെ എൻ്റെ സഹനങ്ങളിലേക്ക് ദിവ്യകാരുണ്യമാകുന്ന ഈശോ എന്ന തടിക്കഷ്ണത്തെ ഉപയോഗിച്ചുകൊണ്ട് വ്യക്തിപരമായ ജീവിതത്തെ സുന്ദരമാക്കാൻ, സുഖമാക്കാൻ ഈ തിരുനാൾ ഒരു കാരണമായി തീരട്ടെ. ദിവ്യകാരുണ്യ ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. വചനജായ 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 വചനജായ